പരമാർത്ഥമെന്നും യഥാർത്ഥമെന്ന് പറയുന്ന വാക്ക് രണ്ടാണ്. ആളുകൾ നമ്മൾ നാട്ടിലൊക്കെ അതിൻ്റെ യാഥാർത്ഥ്യം ആർക്കറിയാം എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ ആ വാക്കുകളൊക്കെ ഈ ഫിലോസഫിയിൽ വളരെ ഡിഫറെൻ്റാണ്. ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഇരിക്കുന്നു എന്ന് പറയുന്നതാണ് യഥാർത്ഥം. പക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാം എങ്ങനെ എന്ന് പറയുന്നതാണ് പരമാർത്ഥം. എന്ന് പറഞ്ഞാൽ കളിമണ്ണ് പരമാർത്ഥമാണെങ്കിൽ കുടം യഥാർത്ഥമാണ്. അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കുടം എന്ന് പറയുന്നത് കളിമണ്ണ് മാത്രമേ കുടത്തിലുള്ളൂ എന്ന് പറയുന്നതാണ്. കളിമണ്ണ് മാത്രമേ അവിടെ ഉള്ളൂ. കുടം എന്ന് പറയുന്ന ഫോമിലാണ്, ആ രൂപത്തിലാണ് കളിമണ്ണ് അവിടെ ഇരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ അല്ലാതെ തെറ്റിദ്ധരിക്കാവുന്ന ഒരു സ്ഥലമുണ്ട്. അത് പണ്ടേ വേദാന്തികൾ പഠിപ്പിക്കുന്ന കയറും പാമ്പും എന്ന് പറയും. കയറ് കണ്ട് തെറ്റിദ്ധരിക്കാൻ പറ്റും പാമ്പിനെ, പക്ഷെ പാമ്പ് ഒരു സമയത്തും അതിങ്ങനെ അതിനകത്തില്ല. കയറൊരിക്കലും പാമ്പായി മാറിയിട്ടുമില്ല. അപ്പം ഇത് നമുക്ക് അതിനെയാണ് അധ്യാരോപം എന്ന് പഠിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ആരോപിച്ച് നമ്മൾ കാണുക ചെയ്തത്. അപ്പോൾ കയറായിരിക്കുന്നതിനകത്തും പാമ്പിനും സാമ്യതയുണ്ട്, അതുകൊണ്ടാണ് ആരോപിക്കാൻ പറ്റുന്നത്. പക്ഷെ ഒരിക്കലും കയറ് പാമ്പായിട്ടില്ല. കയറിൽ ഒരു സമയത്തും പാമ്പുണ്ടായിട്ടില്ല. അപ്പോൾ അതില്ലാതിരുന്നിട്ട് ഉണ്ടെന്ന് തോന്നിക്കുന്നതാണ്. അപ്പോൾ അത് ഇല്യൂസറി ആയിട്ടത് നമുക്ക് അങ്ങനെ തോന്നുന്നു. അപ്പോൾ അതിനെ നമ്മൾ അത്യാരോപം എന്നാണ് പറയുന്നത്, യഥാർത്ഥം എന്നല്ല. യഥാർത്ഥത്തിലിരിക്കുന്നത് കയറാണ്. പക്ഷെ കയറെന്ന് പറയുന്നത് അതിൻ്റെ അകത്തെ നമ്മൾ ഓരോ ഈ നാര്, അതിൻ്റെ യാഥാർത്ഥ്യം. ഇനി നാര് സൂക്ഷിച്ച് നോക്കിയാൽ അത് അന്നത്തെ വേദാന്തത്തിൻ്റെ ഭാഷയിലാണെങ്കിൽ പഞ്ചഭൂതങ്ങളാണ്. അങ്ങനെയാണത് മനസ്സിലാക്കുന്നത്. അപ്പോൾ കയറും പാമ്പും തമ്മിലുള്ള ബന്ധം പോലെയല്ല കളിമണ്ണും കുടവും തമ്മിലുള്ള ബന്ധം. ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയണം, തമ്മിലുള്ള വ്യത്യാസം അറിയണം. അപ്പോൾ കളിമണ്ണിൻ്റെ വശത്തു നിന്ന് കളിമണ്ണ് മാത്രമേ ഇവിടെ ഉള്ളൂ. അതാണ് പരമാർത്ഥം എന്നുള്ള അർത്ഥത്തിൽ ബ്രഹ്മം എന്ന് ഒക്കെ വേദാന്തികൾ വിളിക്കുന്നത് ഇങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാം അതാണ്. പക്ഷെ അതേ സമയത്ത് ഇവിടെ നമുക്ക് കളിമണ്ണ് കുടമായും കലമായും ചട്ടിയായും മറ്റ് പാത്രങ്ങളായിട്ടും ഇരിക്കും. അപ്പോൾ ഈ ഫോംസ് ആയിട്ടിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെയാണ് അന്ന് അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പം ഇതുപോലുള്ള അർത്ഥവും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ഈ വിഷയങ്ങളെല്ലാം പഠിപ്പിക്കുകയും പറയുകയും ഒക്കെ ചെയ്ത് ഇത്തരത്തിലുള്ള ധാരണകളാണ് ലോകത്തിനെ പറ്റി. അപ്പം ലോകം യഥാർത്ഥത്തിൽ ഇല്ലാതിരുന്നിട്ട് ഉള്ളതുപോലെ നമുക്ക് അനുഭവിക്കുകയാണ് എന്നുള്ളതാണ് വേദാന്തത്തിൻ്റെ നിലപാട്. യഥാർത്ഥത്തിലുള്ളതിനെ നമ്മൾ അറിയുന്നില്ല, അതിനെ ഇങ്ങനെ അറിയുകയുള്ളൂ. അതിൽ തന്നെ തെറ്റായ തരത്തിൽ അറിയുകയും ചെയ്യാം. അപ്പോൾ പല ഗ്രേഡിലാണത് അത് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നപ്പോൾ ശങ്കരാചാര്യരുടെ നിർവാണാഷ്ടകം എന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര നമുക്ക് ആ വേദാന്തിയായിട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു അനുഭവം തരുന്ന ഒരു ഇതാണ് പദ്യം. അതുപോലെ ശങ്കരാചാര്യ പോലെ നാരായണ ഗുരുവിൻ്റെ ജനനി നവരത്ന മഞ്ഞരി എന്ന് പറയുന്ന ഇത്രയും സൗന്ദര്യത്തോടെ വേദാന്തം എഴുതപ്പെട്ട മറ്റൊരു ഒരു കൃതി എന്ന് ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല. അത്ര ഭംഗിയാണ്. വേദാന്തം അറിയുന്ന ഒരാളിനെ സംബന്ധിച്ചോളം ഏറ്റവും രസകരമായിട്ട് ഏറ്റവും കവിത നിറഞ്ഞ രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള. അതേപോലെ തന്നെ വളരെ അബ്സ്ട്രാക്റ്റായിട്ട് ഈ വിഷയം പറയുന്നതാണ് അറിവെന്ന് പറഞ്ഞ നാരായണഗുരുവിൻ്റെ കൃതിയാണ്. അതുമൊക്കെ ഇതുപോലെ തന്നെ ഒരു വേദാന്തിയായി ലോകത്തിനെ മനസ്സിലാക്കുന്ന ആളിന് ഭയങ്കര ആഹ്ലാദകരമായി അനുഭവിപ്പിക്കുന്ന. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ 2 കൃതിയാണ് ദർശനമാലി, ജനനി, ആത്മബോധശതവും. ദർശനമാലി, ആത്മബോധശതവും. അപ്പോൾ ആത്മബോധശതകം എഴുതിയിരിക്കുന്നത് ഒരു മല ഒരു ആർച്ച് വാതിൽ പോലെ. അതിൻ്റെ ആദ്യത്തെ ശ്ലോകം തൊട്ട്
50-ാമത്തെ ശ്ലോകത്തിലെത്തുമ്പോൾ എല്ലാം അറിവ് അല്ലെങ്കിൽ എല്ലാം ബോധമായി മാറുന്നു എന്ന് എഴുതുന്ന ഒരു പീക്കിലെത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് വരുന്നതായിട്ടാണ്. അതേസമയത്ത് ദർശനമാല എന്ന് പറഞ്ഞാൽ മാലയിൽ നിന്ന് തന്നെയാണ്, താഴെ ഇങ്ങനെയാണ് അതിൻ്റെ ആർച്ച്. അത് രണ്ടും നമുക്ക് ഇങ്ങനെയൊക്കെ അതിൻ്റെ സ്ട്രക്ചറലായിട്ടൊക്കെ നമുക്കിതൊക്കെ മനസ്സിലാക്കാമെങ്കിൽ എങ്ങനെയാണ് വേദാന്തം കൊണ്ട്, വേദാന്തം എന്ന് പറയുന്ന തിങ്കിങ് ടൂൾ, ചിന്താ ഉപകരണം കൊണ്ട് ലോകത്തിനെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സൂക്ഷ്മ വ്യത്യാസങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ ഫിലോസഫി തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 6 ഷഡ്ദർശനങ്ങളെന്നാണ് പറയുന്നത്. 6 ദർശനങ്ങളുണ്ട്. അപ്പോൾ കപിലിനെ ആരംഭിച്ച് താഴോട്ട് നമ്മൾ വേദാന്തം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ദർശനങ്ങളിൽ എടുക്കുകയാണെങ്കിൽ പൂർവ്വ ഉത്തരമീമാംസ എന്നതിന് പറയുന്നത്. പൂർവ്വമീമാംസ ഉത്തരമീമാംസ എന്ന് പറഞ്ഞ് ഇങ്ങനെ 2 സെക്ഷനായിട്ട് വരും. ന്യായം വൈശേഷികം എന്ന് പറയും. അതിനു മുമ്പ് കപിലിൻ്റെ സാഖ്യവും യോഗവും. അപ്പോൾ സാഖ്യ, യോഗ, ന്യായ, വൈശേഷിക, ഉത്തരമീമാംസ, പൂർവ്വമീമാംസ, ഉത്തരമീമാംസ, ഇങ്ങനെ 6 എണ്ണമായിട്ടാണ് അത് തിരിച്ചിരിക്കുന്നത്. ഇതിനെ ആസ്തിക ദർശനം എന്ന് പറയും. മറ്റേത് നാസ്തിക ദർശനം എന്ന് പറഞ്ഞിട്ട് ബൗദ്ധം, ജൈനം, ചാർവാകം, ഇങ്ങനെ അവർ 6 എണ്ണം അതിനെ പറ്റി പറയും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇന്ത്യൻ ഫിലോസഫിയെ കാറ്റഗറൈസ് ചെയ്തിട്ടൊക്കെ ആൾക്കാർ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ ഗുരുകുലത്തിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ അത് ഈ ചൈനയിലുള്ള താവോയിസം എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അപ്പോൾ ലാവോട്സുവിൻ്റെ ഒരു പുസ്തകമാണ് ഐച്ചിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇതുപോലെ വളരെ നമുക്കൊരു പൊളിറ്റിക്കലായിട്ടുള്ള ലോകമൊന്നും ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉദാത്തമായ ലോകത്തിനെ ഏറ്റവും സൂക്ഷ്മമായി വിശദീകരിച്ചിരിക്കുന്നതായിട്ട് അനുഭവിക്കും. അവിടെ തന്നെ ഷാങ്സു എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അയാളുടെയും ഫിലോസഫിയൊക്കെ നമ്മൾ വായിച്ചാൽ കൺഫ്യൂഷ്യസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മനുവിനെ പോലെ ഒരാൾ. ഫിലോസഫിയൊക്കെ ഉണ്ട്, പക്ഷേ ഭരണ സൗകര്യത്തിന് ഭരണം എങ്ങനെയാണ് ഒരു ആൾ ഭരിക്കേണ്ടതെന്ന് പറയുന്ന തരത്തിലുള്ള അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഏറ്റവും സൂക്ഷ്മമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഏരിയകളാണ് കൺഫ്യൂഷ്യസിൻ്റെയൊക്കെ. അപ്പോൾ അവിടുത്തെ ഏറ്റവും ഈ പറയുന്ന വേദാന്തം പോലത്തെ ഒരു മേഖലയിലാണ് ലാവോട്സും ഷാങ്സും ഒക്കെ നിൽക്കുന്നത്. മറ്റേ ജപ്പാനിൽ എത്തിക്കഴിയുമ്പോഴത്തേന് ഹൈക്കു എഴുതുന്ന ആൾക്കാരാണ് അവിടെ ഏറ്റവും കൂടുതൽ. എന്ന് പറഞ്ഞാൽ 3 വരി കവിതയാണ്. അതെഴുതുന്നവരാണ് അവിടുത്തെ ഫിലോസഫേഴ്സായിട്ട് ഏറ്റവും കൂടുതലുള്ളത്. അത് ബാഷോ എന്ന് പറഞ്ഞ ഒരാളാണ് അതിനകത്ത് ഏറ്റവും ഉദാത്തമായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ ലെവലിലുള്ള ഒരു ധാരണയും കാര്യങ്ങളും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടീ സെർമണി, ജപ്പനീസ് ഗാർഡനും ഒക്കെ ഉണ്ടാക്കുന്ന ഇക്ബാന എന്ന് പറയുന്ന ഈ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്, ഇതെല്ലാം ഈ പറയുന്ന ഫിലോസഫികളുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഒരു പൂവും ഒരു കമ്പ് കഷ്ണവും ഒക്കെ വെച്ചിട്ട് ഇലയൊക്കെ വെച്ചിട്ട് പൂക്കൾ ഒരുക്കി മേശപ്പുറത്ത് വയ്ക്കും. അപ്പോൾ ഈ ഒരാൾ ഒരു ഗുരു വേറൊരു ഗുരുവിനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗുരുവിനെ വിളിക്കുന്ന ആളുടെ ശിഷ്യന്മാർ ഇത് ഒരുക്കുന്നിടത്താണ് ഇയാളുടെ എന്താ പറയണ്ടത് ഫിലോസോഫിക്കലായ ഇൻസൈറ്റ് ഏറ്റവും നന്നാകുന്നതെന്ന് വരുന്ന ഒരു ടെസ്റ്റ് ഇതാണ്. അപ്പോൾ മറ്റേ ഗുരു വരുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊള്ളാം, ഇയാളൊരു ജ്ഞാനിയായി മാറി എന്ന് സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ട് വരുന്നതല്ല, അങ്ങനെയാണത്. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും കൂടെ കിടന്ന് ചെയ്യും. അപ്പോൾ അവർ ഒരു ഭിത്തിക്ക് ഒരു പടമേ കാണത്തുള്ളൂ, ഒരു മുറിയില്ല. അല്ലാതെ നമ്മൾ ഇഷ്ടം പോലെ നമ്മളിങ്ങനെ വയ്ക്കുന്ന പോലെ ഇഷ്ടം പോലെ സാധനങ്ങളൊന്നും വയ്ക്കത്തില്ല. മേശപ്പുറത്ത് ഒരൊറ്റ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ചെയ്ത് ഒരെണ്ണേ കാണുള്ളൂ. അതുപോലെ ഈ കയറി വരുന്ന പടികൾ ഒക്കെ കഴുകി വൃത്തിയാക്കുക, ഇങ്ങനെ അതിനൊക്കെ ആയിരക്കണക്കിന് കഥകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓരോന്ന് ഒരുക്കുന്നതിനൊക്കെ തന്നെ അതിൻ്റെ ഡിസിപ്ലിൻസ്. അതിൽ തന്നെ രണ്ടുപേരും തമ്മിൽ ഇഷ്ടം പോലെ സംസാരിക്കുകയൊന്നുമില്ല, ചായ ഉണ്ടാക്കി കൊടുക്കുക മാത്രമേ ഉള്ളൂ. അല്ലാതെ ചിലപ്പോൾ ഒരു വരി അല്ലെങ്കിൽ ഈ പറയുന്ന 3 വരി കവിതകൾ എന്തെങ്കിലും ചൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മാത്രമാണ്. അപ്പോൾ ഒത്തിരി കമ്മ്യൂണിക്കേഷൻ നടന്നതുപോലെയൊക്കെ പറയുന്നത്. ഫിലോസഫി പഠിക്കാമെങ്കിൽ നല്ല രസകരമായിട്ട് അനുഭവിക്കാവുന്ന മേഖലകളാണ് അതൊക്കെ.
അപ്പോൾ ആ തരത്തിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഈ ജപ്പാൻ ബുദ്ധിസത്തിൻ്റെ ജാപ്പനീസ് വെർഷനാണ് ശരിക്കും പറഞ്ഞാൽ സെൻ ബുദ്ധിസം എന്ന് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെയാണ് ഈ ചൈനയിൽ ചെന്ന് കഴിഞ്ഞാൽ ചൈനക്കാരുടെ ഈ താവോയിസവും കൂടെ ചേർന്നിട്ടുള്ള ഒരു ബുദ്ധിസമാണ് അവിടെ ഉള്ളത്, ചൈനയിലുള്ളത്. അപ്പോൾ അതിൻ്റെ പലതരത്തിലുള്ള ചെറിയ വേർഷൻസിന്. അപ്പോൾ ഇതിൻ്റെ തന്നെ ടിബറ്റിൽ എത്തിയിട്ട് അവിടെ ഒരു 3 വലിയ ഗുരുക്കന്മാരുടെ ഒരു പരമ്പരയാണ്. മിലറേപ്പ, മാർപ്പ, തിലോപ്പ എന്ന് പറഞ്ഞിട്ടുള്ള 3. അവരെ പറ്റിയുള്ള കഥകളൊക്കെ ഇതുപോലെ നമ്മൾ ഭയങ്കര വയലൻ്റായ ശിഷ്യന്മാരോട് വളരെ ക്രൂവലായി പെരുമാറിയിട്ടുള്ള ഒരു പരമ്പരയാണത്. അപ്പോൾ അതിനൊക്കെ ന്യായങ്ങളുണ്ട്. അപ്പോൾ ഇതിന് സമാനമായി പെരുമാറുന്ന കുറച്ച് ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ റഷ്യയിലാണെന്ന് തോന്നുന്നു. റഷ്യയിൽ ജനിച്ച് ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഗുർജിഫ് എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ട്. അറിയപ്പെടുന്ന ആ കാലത്ത് അറിയപ്പെടുന്ന ഒരു ഫിലോസഫറാണ്. അയാൾ ഇതുപോലെ ശിഷ്യന്മാരെ വളരെയധികം ഉപദ്രവിക്കുന്ന ഒരാൾ. അപ്പോൾ ഈ ഗുരുകുലത്തിനകത്ത് ഈ ഒരു വളരെ ഗൗരവത്തോടെ പെരുമാറുകയും വഴക്ക് പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്ന നിലവാരത്തിൽ മുഴുവൻ സമയവും ദേഷ്യപ്പെട്ടിരിക്കുന്ന തലത്തിൽ കാണുകയും എന്നാൽ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന തലത്തിലുള്ള ഒരു കാഴ്ച തരുന്ന ഒരാളായിരുന്നു നടരാജഗുരു. വളരെ ശക്തമായിട്ട് ആളുകളെ വിമർശിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ അത് എഴുതിയിരുന്നതെല്ലാം കൂടുതലും ഇംഗ്ലീഷിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ കേരളത്തുകാർക്ക് സത്യത്തിൽ അറിഞ്ഞുകൂടാതായിപ്പോയ ഒരു കേരളീയനാണ്. ഡോക്ടർ പൽപ്പുവിനെ അറിയുമെങ്കിലും അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ നടരാജഗുരു. പക്ഷെ നടരാജഗുരുവിനെ സത്യത്തിൽ ആൾക്കാർ, മലയാളികൾക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം ആ ഫിലോസഫിയിലെ ഒരു കേരളത്തുകാരൻ എന്നുള്ള നിലവാരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം ഈ നാരായണഗുരു പടിഞ്ഞാറൻ നാട്ടിലേക്ക് അയക്കുമ്പോൾ ഫ്രാൻസിലാണ് പോയത്. അവിടുത്തെ സോർബോൺ യൂണിവേഴ്സിറ്റി പോയി ഡിലിറ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ബിരുദമൊക്കെ മേടിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഈ ഗുരുകുലം ആരംഭിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു തീമായിരുന്നു വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആണ്. അപ്പോൾ റൂസോയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ. റൂസോയുടെ ഒരു വിദ്യാഭ്യാസ വീക്ഷണമൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഗുരുകുലത്തിനകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ചെടിയെ എങ്ങനെയാണ് ടെൻഡ് ചെയ്ത് ഒരു ആവശ്യമുള്ള കമ്പുകൾ മുറിച്ച് ആവശ്യമില്ലാത്ത കമ്പുകളൊക്കെ മുറിച്ച് അതിനെങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു യുക്തിയിലാണ് റൂസോയുടെ വിദ്യാഭ്യാസത്തിനെ പറ്റിയുള്ള സങ്കല്പം നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെയായിരുന്നു ഈ ഗുരുകുലത്തിൻ്റെ ഫ്രെയിമിനകത്ത് ചർച്ച ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത്. പക്ഷേ എല്ലാ വ്യത്യസ്തമായിട്ടുള്ള ലോകത്തുള്ള എല്ലാ ഫിലോസഫിയും, ഈ ക്രിസ്ത്യൻ തിയോളജി, അത് മുഴുവനും വായിക്കുമായിരുന്നു. നമ്മളവിടെ വായിക്കുകയും പഠിക്കുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾക്ക് ഈ സാധാരണ ബൈബിളിനകത്ത് ട്രീ ഓഫ് നോളജാണ് ഈ നമ്മൾ ആപ്പിളാന്ന് പറഞ്ഞ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രസമുള്ളൊരു സ്ഥലമാണ്. അറിവിൻ്റെ മരത്തേലുണ്ടായ പഴമാണ് ഈ ഹവ്വ എടുത്തു കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്തോ മോശപ്പെട്ട ഒരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അവർ നഗ്നരാണെന്ന് തിരിച്ചറിയുന്നത്. തിരിച്ചറിവിൻ്റെ പഴമാണ് കഴിച്ചിട്ടുള്ളത്. ഇതുപോലൊക്കെയുള്ള ഫിലോസഫിയുടെ അകത്തെ അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും കാര്യങ്ങളും ഒക്കെ കൂടെ നമ്മളൊന്ന് പഠിക്കണം. എന്നാലേ അത് കാണുകയുള്ളൂ എങ്ങനെയാണ് അതൊക്കെ അവർ പറയാനൊക്കെ ശ്രമിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ ലിറ്ററൽ സെൻസിലൊന്നും അല്ല അതൊന്നും എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ലോകത്തിനെ എങ്ങനെ മനസ്സിലാക്കണം എന്ന് പറയുന്ന ആ മേഖലയ്ക്കകത്ത് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന രീതിയിലേ അല്ല അതൊന്നും. അത് വേറെ തരത്തിൽ തന്നെ അറിയേണ്ടതുണ്ട്. ഈ ഭൂമിക്കകത്ത് ലോകത്തിനെ മനസ്സിലാക്കുന്നതിൻ്റെ വളരെ വലിയൊരു ഡിഫറൻസാണ്. പിന്നെ നമ്മളിന്ന് മനസ്സിലാക്കുന്ന രീതികളിലൊക്കെ ഇവർ പഠിപ്പിക്കുന്ന അത് ഒരു ധാരണയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാഴ്ചയോ ഒന്നുമല്ല ഇന്ന് നമ്മൾ ലോകത്തിനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതൊരു തിങ്കിങ് ടൂളാണ്. അതങ്ങനെ തന്നെ അറിയണം. വേദാന്തവും അല്ലെങ്കിൽ നമ്മൾ ഈ ഐഡിയലിസം
എന്ന് പറയുന്ന ആശയവാദം എന്ന് പറയുന്ന ഇത് ഒരു ചിന്താ ഉപകരണമാണെന്ന് അറിയേണ്ടതുണ്ട്. മനുഷ്യൻ ലോകത്തിനെ മനസ്സിലാക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കാഴ്ചയാണത്. ഒരളവുകോലാണ്, ഒരു അല്ലെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ചട്ടക്കൂടിനകത്ത് ഈ ലോകത്തിനെ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്നതാണത്. അപ്പോൾ അത് ഏറ്റവും സൂക്ഷ്മമായിട്ട് ആ തരത്തിലുള്ള ആശയങ്ങൾ ലോകത്തുണ്ടാക്കിയത് ഈ വേദാന്തത്തിൻ്റെ സൂക്ഷ്മമായ ലോകങ്ങളാണ്. അപ്പോൾ അതിന് നമുക്ക് ആ വേദാന്തം ആദ്യകാലത്ത് ചിന്തിക്കുകയും അതിനകത്ത് എഴുതപ്പെടുകയൊക്കെ ചെയ്തിരിക്കുന്നതാണ് വേദത്തിൻ്റെ അവസാന ഭാഗത്ത് വരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഈ വേദാന്തം എന്ന് പറയുന്നത്. ഗുരുകുലത്തിനകത്ത് ജീവിച്ച് അവിടെ പഠിക്കുക എന്ന് പറയുന്ന കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതാണ് അതിൻ്റെ നടത്തിപ്പിൻ്റെ ഭാഗത്തേക്കും നീങ്ങുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് സ്വാഭാവികമായിട്ട് ചുറ്റുപാടുമുള്ള കാര്യങ്ങളിനകത്ത് നമ്മൾ ഇടപെട്ട് ജീവിക്കുന്ന സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മേഖലകളിലേക്ക് കടന്നു പോവുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ്. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ഗുരുകുലത്തിനും അതുപോലെ മാത്രമല്ല, ഗുരുകുലത്തിൽ ജീവിച്ച് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജീവിച്ച് പഠിക്കുന്ന സമയത്ത് എവിടെയാണോ നമ്മൾ ജീവിക്കുന്ന ആ സ്ഥാപനത്തിനോടോ അല്ലെങ്കിൽ ആ സ്ഥലത്തിനോടോ നമുക്ക് ഉത്തരവാദിത്തമുള്ളവരായിട്ട് നമ്മൾ മാറും. അപ്പോൾ അതാണ് ഗുരുകുലത്തിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ പണം കൊടുത്ത് പഠിക്കുന്ന, ഫീസ് കൊടുത്ത് പഠിക്കുന്ന യുക്തികളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഭൂമിയിലെ കൃഷി ചെയ്തിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് നടത്തിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് മറ്റു തരത്തിലെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് അത് വിറ്റിട്ട് ഒക്കെ വരുന്ന വർക്കുകൾ ചെയ്തിട്ടാണ്. അപ്പം അങ്ങനെ ചെയ്ത് ഞാൻ ഈ ഊട്ടി ഗുരുകുലത്തിൽ നിന്ന് വർക്കലയ്ക്ക് നീങ്ങുന്നുണ്ട്. ഞാൻ വർക്കലയെത്തി അവിടുത്തെ പ്രസ് നടത്തുന്ന ആൾ, അതിനകത്ത് മറ്റു കാര്യങ്ങൾ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നതൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു മേഖലയിലേക്ക് മാറി. ഈ സമയത്ത് ഈ ഗുരുകുലം എന്ന് പറയുന്ന ഒരു സൗത്ത് ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്ന ഒരു 10-12 സ്ഥലത്തുണ്ട്. അപ്പോൾ അവിടെ എല്ലാം യാത്ര ചെയ്ത് അവിടുത്തെ മാനേജ് ചെയ്ത് അവിടുത്തെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നതും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കേണ്ട ആക്ടിവിറ്റികളും കാര്യങ്ങളും ചെയ്യുക എന്ന് പറയുന്നതും ഇതിൻ്റെ ഈ ഗുരുകുലത്തിൻ്റെ ആകെയുള്ള ഒരു നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ട് മാറുന്നുണ്ട്. അപ്പം അങ്ങനെ ഗുരുകുലത്തിന് ഞാൻ ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് 1973 നടരാജഗുരു സമാധിയായി പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിനോട് അനുബന്ധമായിട്ട് ഗുരുകുലത്തിൻ്റെ അധികാരഘടനയ്ക്കകത്ത് മാറ്റം വരുന്നുണ്ട്. അപ്പം നിത്യേനേതി ആ സമയത്ത് ഡൽഹിയിലാണ്. ഡൽഹിയിലെ സൈക്കിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം നടത്തുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നടരാജഗുരുവായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ സംഘം അമേരിക്കയിൽ നിന്ന് അദ്ദേഹം അമേരിക്ക കാണാൻ പോയപ്പോൾ അവിടുത്തെ ഹിപ്പി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുകയും അവിടുന്ന് ഒരു 10-15 പേര് അദ്ദേഹത്തിനോടൊപ്പം ഇങ്ങ് തിരിച്ച് നാട്ടിലേക്ക് ഇവിടെ വർക്കലേക്ക് എത്തുകയും ചെയ്തു. അതൊരു വലിയ വ്യത്യാസമാണ് ആ സ്ഥാപനത്തിനകത്തുണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ അതുവരെ വന്നിരുന്ന പടിഞ്ഞാറൻ നാട്ടുകാരല്ലാത്ത പുതിയ ഒരു വലിയ സംഘവും തലമുറയുമാണ് കടന്നു വന്നത്. അപ്പോൾ ഗുരുകുലത്തിനായിട്ട് ബന്ധപ്പെട്ട് പരമ്പരയായിട്ട് സങ്കല്പിച്ച് വെച്ചിരുന്നത് ഒന്ന് ജോൺ സ്പിയേഴ്സ് എന്ന് പറഞ്ഞ് ബ്രിട്ടനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ശേഷം മംഗളാനന്ദ സ്വാമി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഇവർ രണ്ടുപേരുമായിരുന്നു അടുത്ത പരമ്പരയായിട്ട് വെച്ചിരുന്നത്. പെട്ടെന്ന് മംഗളാനന്ദ സ്വാമി മരിച്ചു പോവുകയും ജോൺ സ്പിയേഴ്സ് ഈ വന്ന പുതിയ പ്രധാനമായ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള ഹിപ്പി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആൾക്കാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. നടരാജഗുരുവായിട്ട് തന്നെ ഒരു സൂക്ഷ്മമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണ്. കാര്യമുണ്ട്. സ്ഥൂലമായ രീതിയിൽ അവിടെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ആശയപരമായിട്ടുള്ള ഈ ആൾക്കാരുമായിട്ട് ചേരാൻ കഴിയാതെ അദ്ദേഹം ബാംഗ്ലൂർക്ക് പോയി അവിടെ ഒരു സ്ഥാപനം നടത്തി അവിടെ ജീവിക്കാൻ തുടങ്ങി. ഈ 2 പേര് അടുത്ത തുടർച്ച എന്ന് പറയുന്ന 2 പേര് മാറിപ്പോവുകയും അവിടേക്ക് നിത്യേനേതി
കടന്നു വരികയും ചെയ്യുന്ന ഒരു വ്യത്യാസം ഉണ്ടായി. ആ വ്യത്യാസം ഈ പറഞ്ഞ പടിഞ്ഞാറൻ നാട്ടിൽ നിന്ന് വന്ന പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് വന്ന ആളുകളെ സംബന്ധിച്ചോളം ഗുരുകുലത്തിൽ അതുവരെ ഇല്ലാതിരുന്ന ഒരാൾ പ്രത്യക്ഷപ്പെടുന്ന പോലെ ആയിപ്പോയി. യഥാർത്ഥത്തിൽ നിത്യനേതി നേരത്തെ തൊട്ട് ഗുരുകുലത്തിൽ ഉണ്ടായിരിക്കുകയും അത് കഴിഞ്ഞിട്ട് നടരാജ ഒരു അമേരിക്കയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പാണെന്ന് തോന്നുന്നു അദ്ദേഹം ഡൽഹിക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യത്യാസമാണുള്ളത്. അപ്പം അദ്ദേഹം അടുത്ത പരമ്പരയിലെ അടുത്ത ആളായിട്ട് മാറുകയും അദ്ദേഹത്തിന് ശേഷം മുനിനാരായണ പ്രസാദിനെ തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ ആൾക്കാർക്ക് ഈ വന്ന അമേരിക്കയിൽ നിന്ന് വന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അവരൊരു ഗ്രൂപ്പായി മാറുകയും ചെയ്തു. ആ ഗ്രൂപ്പായി അങ്ങനെ 2 ഗ്രൂപ്പായിട്ട് ഗുരുകുലത്തിനകത്തൊരു സംഘർഷം ഉണ്ടാകുന്ന ഒരു സ്ഥലമുണ്ടായി. ഒരു 3-4 ഗുരുകുലം വ്യത്യസ്തമായിട്ട് മാറി. അത് പടിഞ്ഞാറൻ നാട്ടിൽ നിന്ന് വന്ന മനുഷ്യരും ഇന്ത്യക്കാരും തമ്മിലുള്ള ഡിവിഷൻ പോലൊരു ഡിവിഷനും ഉണ്ടായി പോവുകയും ചെയ്തായിരുന്നു. ഇത് നടരാജ ഒരു സമാധിയായി അതിന് തൊട്ടു പിന്നാലെ സംഭവിച്ചതാണ്. നിത്യനേതി അവിടുന്ന് ഡൽഹിയിൽ നിന്ന് വന്ന് ഇവിടെ ആൾക്കാർ അദ്ദേഹത്തിനെ അടുത്ത ഗുരുവായിട്ട് അവരോധിക്കുകയൊക്കെ ചെയ്യുന്ന വലിയ ഒരു സമ്മേളനം പോലെ നടക്കുകയും എല്ലാം ചെയ്തിരുന്നു. അപ്പം അതിന് ശേഷമാണ് ഞാൻ ഗുരുകുലത്തിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് ഈ ആദ്യത്തെ ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, ഡിവിഷൻ ഉണ്ടായതിനെപ്പറ്റി നേരിട്ട് അനുഭവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഗുരുകുലങ്ങളിലെല്ലാം കടന്നു ചെല്ലുന്നുണ്ട്. ആ കടന്നു ചെല്ലുന്ന സമയത്ത് അവരെല്ലാം വളരെ മോശമായിട്ടൊക്കെ എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും ഞാനത് മറികടന്ന് അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഗുരുകുലം ആകപ്പാടെ ഒരു പുതിയ തരത്തിൽ നമുക്ക് ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന നിലവാരത്തിലേക്ക് അത് പറയുകയൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് ആളുകളെല്ലാവരും ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് അവർ. പക്ഷേ അന്നത്തെ ഒരു അന്തരീക്ഷത്തിനകത്ത് അങ്ങനത്തെ ഒരു ഡിവിഷൻ ഉണ്ടായിപ്പോയത് പരിഹരിക്കപ്പെടുന്നുണ്ട്. ആ പരിഹരിച്ചതിന് ശേഷം നിത്യനേതി ഞാനും കൂടെയൊക്കെ ഈ കണ്ണൂർ അന്ന് എഴിമല ഗുരുകുലമുണ്ട്. എഴിമല ഗുരുകുലമായിരുന്നു അവരൊരു കേന്ദ്രമായിട്ട് വെച്ചിരുന്നത് മറുഭാഗമായിട്ട്. ഇപ്പം ചെറുവത്തൂർ ഗുരുകുലം, അതുപോലെ ബാംഗ്ലൂരിലുണ്ടായിരുന്ന ഗുരുകുലം, ഇതെല്ലാം ഒരു മറുവശത്തായി പോയ പോലെ ആയിപ്പോയി. അതേ സമയത്ത് വയനാട്ടിലുള്ള 2 ഗുരുകുലം ഉണ്ടായിരുന്നു. 2 ഗുരുകുലം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട 2 ഗുരുകുലം. അവിടെ 4 ഗുരുകുലമുണ്ട്. ഒന്ന് വൈത്തിരി, മറ്റൊന്ന് മാനന്തവാടിയിൽ, പിന്നെ പെരിയയിലുണ്ട്, പിന്നെ ആ സ്ഥലത്തിൻ്റെ പേരങ്ങോട്ട് കാട്ടിക്കുളത്തിന് അപ്പുറത്ത് തോൽപ്പട്ടി ഗുരുകുലം. ഇങ്ങനെ ഒരു 4 ഗുരുകുലമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഗുരുകുലങ്ങളൊക്കെ അതിനകത്ത് 2 ഗുരുകുലം വ്യത്യസ്തമായിട്ട് മറ്റവരുടെ കൂടെ നിൽക്കുകയും അതിനകത്ത് വൈത്തിരിയിലുണ്ടായിരുന്ന അറിയപ്പെടുന്ന ആശ്ചര്യചര്യ എന്നറിയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ഷാൻ ലഷാട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ബെൽജിയത്തിലുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, നിക്കോൾ എന്നായിരുന്നു അവരുടെ പേര്. അവർ 2 പേരും കൂടെ ആയിരുന്നു ആ സ്ഥാപനം നടത്തിയിരുന്നത്. അപ്പോൾ അവരെല്ലാവരും യതിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ലഷാട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ പെരിയ ഗുരുകുലത്തിനകത്ത് ഉണ്ടായിരുന്ന ആള് ശരിക്കും പറഞ്ഞാൽ അയാളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ ഗ്രൂപ്പിനായിട്ട് ബന്ധപ്പെട്ട് നിന്നില്ലെങ്കിൽ തന്നെ ഗുരുകുലത്തിൻ്റെ പൊതുധാരയിലേക്ക് അന്ന് യതിയുടെ ഒപ്പം വന്നിട്ടില്ലായിരുന്നു. അപ്പം ഞാനൊക്കെ അവിടെ പോയി അദ്ദേഹത്തിനുമായിട്ട് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹവും ഗുരുകുലത്തിൽ തിരിച്ചു വരികയും അതുപോലെ തന്നെ വിനയ ചൈതന്യ എന്ന് പറഞ്ഞ് അവിടുത്തെ ബാംഗ്ലൂർ ഗുരുകുലത്തിനകത്ത് ഉണ്ടായിരുന്ന വിനയൻ, അദ്ദേഹം തിരിച്ചു വന്നു. ഇങ്ങനെ എല്ലാവരും കൂടെ വീണ്ടും രണ്ടാമതൊന്ന് ഉണ്ടായിരുന്ന ആ സംഘർഷം മാറി ഒന്നിച്ചു കൂടുകയൊക്കെ ചെയ്തിരുന്ന ഒരു നല്ല അന്തരീക്ഷത്തിലാണ് പിന്നെ അങ്ങോട്ട് ഗുരുകുലം നടന്നു പോയത്. അപ്പോൾ അതിനകത്ത് ഈ സ്ഥലങ്ങളിലെല്ലാം പോയി അവരൊക്കെ പറയുന്ന അവരുടെ വശങ്ങളൊക്കെ കേൾക്കുക എന്ന് പറയുന്ന ഒരു പണി ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗുരുകുലത്തിനകത്ത് താമസിച്ച് വന്നത് കാരണം കൊണ്ട് കിട്ടിയിരുന്ന ഒരു അഡ്വാൻറ്റേജാണ്. ഞാൻ ഈ സംഘർഷം ഉണ്ടായ സമയത്ത് ഞാൻ ഇല്ലാതിരിക്കുകയും പിൽക്കാലത്ത് വരികയൊക്കെ ചെയ്ത കാരണം കൊണ്ട് അവരുടെ അടുത്ത് പോയി അവർ പറയുന്നതൊക്കെ കേൾക്കുകയും അതേ സമയത്ത് അതിനകത്ത് ഇമോഷണലായിട്ട് റെസ്പോണ്ട് ചെയ്യാതെ ആ വിഷയങ്ങൾ കേൾക്കുകയും പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് ഗുരുകുലത്തിനകത്ത് ഒരു രമ്യതയിലുണ്ടാക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ഗുരുകുലം നടത്തിക്കൊണ്ടു പോകുന്ന ഒരു പ്രവൃത്തി ഞാൻ ഏർപ്പെട്ട് ചെയ്യുകയും അത് വളർത്തിക്കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ്
ഗുരുകുലം നടത്തിപ്പുകാരനായി മാറുന്ന ഒരു സ്ഥലത്തേക്ക് മാറി. ഇതിനുശേഷം വർക്കല ഗുരുകുലത്തിനകത്ത് മുനിനാരായണ പ്രസാദ് ആ സമയത്ത് അവിടെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വളരെ പാടുപെട്ട് അവിടുത്തെ സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുകയും അവിടുത്തെ അന്ന് കുട്ടികളെ അവിടുത്തെ സ്കൂളുകളിൽ ചേർത്ത് അവിടുത്തെ ശിവഗിരി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ട് തന്നെ അവിടെ ഒരു ഹോസ്റ്റൽ പോലെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ചുമതലയും എല്ലാ കാര്യവും കൂടെ ഒന്നിച്ച് നടത്തുകയായിരുന്നു. അതിൽ നിന്ന് കുറച്ചൊരു റിലീഫ് അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് ഞാനവിടെ ചെന്ന് പ്രസ് നടത്തുന്നതിനകത്ത് ഏർപ്പെട്ട് ആ പ്രസ് നടത്തുന്ന ആളായി മാറുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഞാനും മുനിനാരായണ പ്രസാദും കൂടെ സഹകരിച്ച് ആ സ്ഥാപനം കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് നടത്താനൊക്കെ കഴിഞ്ഞു. പുസ്തകങ്ങളൊക്കെ വിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രവൃത്തിയായിരുന്നു. അത് ഞാനൊക്കെ കൊണ്ടു നടന്ന് വിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. പക്ഷേ ആ പ്രസ് നടത്തിക്കൊണ്ട് പോകുന്നതും ആ പുസ്തകം വിൽക്കുന്നതും അതേപോലെ തന്നെ ഗുരുകുലം നടത്തുന്നതൊക്കെ ആയിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളും എൻ്റെ ജീവിതത്തിനകത്ത് പിൽക്കാലത്ത് പലതരത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നതിന് സഹായകരമായിട്ട് മാറുന്നുണ്ട് അത്തരത്തിലുള്ള പ്രവൃത്തി. ഗുരുകുലത്തിലെ ഈ ഒരു പ്രവർത്തനം ചെയ്ത് ഞാനിങ്ങനെ പോകുന്ന സമയത്താണ് ആദ്യമായിട്ട് ഞാൻ ഈ ഗുരുകുലത്തിലേക്ക് പോകുമ്പോൾ വേൾഡ് ഗവൺമെൻറ് ഉണ്ടാക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും മനുഷ്യരെല്ലാവരും കൂടെ ഒന്നിച്ച് സഹകരിച്ച് ജീവിക്കണമെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കൊതികളായിരുന്നു എനിക്കുണ്ടായിരുന്നു. ആ കൊതികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വശത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കാണുന്ന ഒരു കാര്യം അപ്പോൾ അന്ന് ഈ ഗുരുകുലത്തിനകത്തിരിക്കുമ്പോൾ നമുക്കൊരിക്കലും ഈ പുറത്തുള്ള ലോകത്തിനെ പറ്റി ഇന്ന് മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയമായ ധാരണ ഉണ്ടാക്കാൻ ഒരു വഴിയുമില്ല. ആരെങ്കിലുമൊക്കെ കടന്നു വരുന്നതിൽ നിന്ന് കിട്ടുന്ന അറിവും കാര്യങ്ങളും കൊണ്ട് മാത്രമേ അത് നടക്കുകയുള്ളൂ. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു വലിയ ഒരു പ്രവൃത്തി, നിത്യനേതിയുടെ വശത്തു നിന്ന് അദ്ദേഹം ഹ്യൂമനിസ്റ്റ് നോണാർക്കി എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം നടത്തിയ ഒരു എക്സർസൈസിനെ വെച്ചിട്ടാണ് അത് പറയുന്നത്. അത് ഊട്ടി ഗുരുകുലത്തിനകത്തെ സ്ഥലം, അവിടെ ഒരു 4.5 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ കൃഷി ചെയ്ത് അവിടുത്തെ ഗ്രാമീണരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവൃത്തി ചെയ്യും. അതിൻ്റെ ഫലം ഉണ്ടാകുമ്പോൾ അവരുമായി പങ്കുവെച്ചിട്ട് ഗുരുകുലത്തിനെടുക്കുന്ന ഒരു എനിക്ക് തോന്നുന്ന ഒരു 6 മാസം അദ്ദേഹം ആ തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ആ പ്രവൃത്തി എന്ന് പറയുന്നത് ഈ ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള നിലവാരത്തിൽ പടിഞ്ഞാറൻ നാട്ടിൽ നിന്ന് ആൾക്കാർ കൊടുത്തിട്ടുള്ള കാശ് ഉപയോഗിച്ചിട്ടാണ് അതെല്ലാം ചെയ്തത്. പക്ഷെ അദ്ദേഹം അത് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനെപ്പറ്റി ഒരു അബ്സ്ട്രാക്റ്റ് എഴുതുന്ന എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്ന തരത്തിൽ അപ്പോൾ ഹ്യൂമനിസ്റ്റ് നോണാർക്കി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം അത് വിശദീകരിച്ചത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതുകയും ചെയ്തു. അപ്പം ഇത് ഞാൻ കലാകുമതിയിലൊക്കെ അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ വരികയൊക്കെ ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ കനകമല ഗുരുകുലം ഉണ്ടായ സമയത്താണ്. കനകമല എന്ന് പറയുന്നത് തലശ്ശേരിയിലാണ്. ആ ഗുരുകുലത്തിനകത്ത് അവിടെ ഒരു മാസം താമസിച്ച് പലതരത്തിലുള്ള ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് നടത്തിയ ഒരു വലിയ ഇതുണ്ട്. എല്ലാ ദിവസവും മീറ്റിങ്ങുകളും ഡിസ്കഷനും പഠനങ്ങളും ഒക്കെ ആയിട്ട് ഒരു വലിയ ഒരു ഉത്സവം പോലെ ഒരു അനുഭവമായിരുന്നത്. അപ്പോൾ അവിടെ 1-2 മുറികളെ ഉള്ളെങ്കിലും ഞങ്ങളവിടെ ടെൻറ്റുകളൊക്കെ ഉണ്ടാക്കി അതിനകത്ത് താമസിച്ചിട്ടായിരുന്നു അത് ചെയ്തിരുന്നത്. അപ്പോൾ ഒത്തിരി ആളുകൾ ആകർഷിക്കപ്പെടുകയും ചെയ്തിരുന്ന ആ സമയത്ത് ഈ ഡിസ്കഷൻസൊക്കെ നടക്കുകയാണ്. അപ്പോൾ പുറത്തു നിന്ന് എപ്പോഴും ഈ രാഷ്ട്രീയ അവബോധമുള്ള ആളുകൾ, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ, അതിൻ്റെ പെരിഫറലായിട്ട് അതിനകത്ത് ബുദ്ധിജീവികളെന്ന് പറയുന്ന ആൾക്കാരൊക്കെ വരികയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്നാണെങ്കിൽ കെ വേണു ഒക്കെ വന്നിട്ടുണ്ട്, സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അന്ന് വളരെ രഹസ്യമായിട്ട് ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന കാലത്താണ്. അപ്പോൾ അദ്ദേഹം രഹസ്യമായിട്ടാണ് വന്നിരുന്നത്. രഹസ്യമാണെന്നുള്ള കാര്യം സത്യത്തിൽ അത് നടക്കുന്ന സമയത്ത് എനിക്കറിയില്ല. ഗുരുകുലത്തിൻ്റെ ഫ്രെയിം, അതുവരെ ഉണ്ടായിരുന്ന ഫ്രെയിമിനെ ബ്രേക്ക് ചെയ്തിട്ട് നടത്തിയ ഒരു എക്സർസൈസ് ആയിരുന്നു അത്. ഒളിവിലിരുന്ന ആൾക്കാരാണ് ഈ വന്നിരിക്കുന്നത്. അന്ന് അവരെ താമസിപ്പിച്ചു എന്നറിഞ്ഞാൽ തന്നെ നമ്മളെയും അറസ്റ്റ് ചെയ്യാവുന്ന കാലത്താണ്. പക്ഷെ ഇത് അങ്ങനത്തെ ധാരണയില്ല. അപ്പോൾ അതൊക്കെ പറയാനായിട്ട് ചിലപ്പോൾ കഴിയുന്നുണ്ടാകത്തില്ല. നിങ്ങളെന്താണ് വന്നതെന്നൊക്കെ ചോദിച്ചു തുടങ്ങിയാൽ തന്നെ അയാൾക്ക് കഴിയില്ല.
അത് പറയാൻ കഴിയാതെ പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് അയാൾക്ക് ആദ്യം സ്വാസ്ഥ്യം ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് ചോദിക്കരുത്, അത് അയാൾ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് കേൾക്കുക.